ബാലയുടെ ആദ്യ വിവാഹം മറച്ചുവെച്ചാണ് അമൃതയെ വിവാഹം കഴിച്ചത് എന്നാണ് ഇപ്പോൾ ബാലയുടെ മുൻ ഭാര്യയായിരുന്ന അമൃതയുടെ വെളിപ്പെടുത്തൽ. ബാലയുടെ ആദ്യ വിവാഹമായിരുന്നു അമൃത സുരേഷുമായുള്ളത് എന്നാണ് ഇതുവരെയും മലയാളികൾ എല്ലാവരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ അമൃതയും ആ സത്യം അറിഞ്ഞത് എല്ലാം ഉറപ്പിച്ചു വെച്ചതിന് ശേഷമാണ് എന്നതാണ് സത്യം. വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഉറപ്പിച്ചു വെച്ച സമയത്താണ് മറ്റൊരാൾ വന്ന് തൻ്റെ അച്ഛനോട് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്നാണ് അമൃത പറയുന്നത്. അപ്പോഴും ഇത് മാറ്റണമെന്നും ഇത് മനസ്സിൽ കൊണ്ടു നടക്കാനാകില്ല എന്നും ഈ ബന്ധം ഉപേക്ഷിക്കണമെന്നുമാണ് തൻ്റെ അച്ഛൻ പറഞ്ഞതെന്ന് അമൃത പറയുന്നു. എന്നിട്ടും ബാലയോടുള്ള സ്നേഹം കൊണ്ടാണ് താൻ അത്തരത്തിലൊരു തീരുമാനമെടുക്കാത്തതെന്ന് അമൃത പറയുന്നുണ്ട്. ആ ഭാര്യ എവിടെയാണെന്നോ എന്തു ചെയ്യുന്നെന്നോ എന്നുപോലും എനിക്കറിയില്ല. അതെന്നോട് പറഞ്ഞിട്ടുമില്ല. ഒരാളുടെ പാസ്റ്റാണ് എന്ന് കരുതി ഞാനത് തിരിഞ്ഞിട്ടുമില്ല. എന്നിട്ട് ഞാൻ മറ്റൊരു റിലേഷൻഷിപ്പിലായാൽ നിങ്ങളതിനെ കുറ്റം കണ്ടുപിടിക്കുന്നു. അയാൾ ആദ്യം ഒരു ബന്ധമുണ്ടായിരുന്നതായി തന്നെ എവിടെയും അറിയില്ല, ആർക്കും അറിയില്ല. ഞാനിപ്പോൾ പറയുമ്പോഴാണ് നിങ്ങളിത് അറിയുന്നത്, എനിക്കുറപ്പാണ്. എന്നിട്ടും അയാൾക്കൊരു കുറ്റവുമില്ല. കുറ്റമെല്ലാം എനിക്കാണ്. ആദ്യ ഭാര്യയുമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അമൃതയുമായി വിവാഹം കഴിച്ചത്. അമൃതയ്ക്കെന്ന് 18 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ശരിയേത് തെറ്റേത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായം. പ്രണയത്തിനും സ്നേഹത്തിനുമൊക്കെ നമ്മൾ മുൻപന്തി കൊടുക്കുന്ന പ്രായം. ആ പ്രായത്തിൽ അച്ഛനും അമ്മയും ഈ ബന്ധം വേണ്ട എന്ന് പറഞ്ഞിട്ടും ഞാൻ വിവാഹം കഴിച്ചു. അയാൾ ചതിയനാണ് എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. എന്നിട്ടും ഞാൻ വിവാഹം കഴിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? എനിക്ക് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റതാണ്. 18-ാം വയസ്സിൽ ഒരാളെ പ്രണയിക്കുകയും അയാളെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു. എനിക്ക് മുമ്പ് ബാലചേട്ടൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഡിവോഴ്സ് ആയിരുന്നുവെന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അറിയുന്നത് എൻഗേജ്മെൻറ്റിന് ശേഷം ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ്. സംഗീത സംവിധായകൻ രാജാമണിയാണ് അത് അച്ഛനോട് പറഞ്ഞതെന്നും പറയുന്നു. ഇത് വേണ്ട എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ബാലചേട്ടനെ അത്ര ഇഷ്ടമായിരുന്നു. എൻ്റെ തീരുമാനമായിരുന്നതിൽ തന്നെ ഞാൻ അനുഭവിച്ചതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഇതിനൊക്കെ സാക്ഷികളായി ജോലിക്കാരായ ചേച്ചിമാരുണ്ട്. അവരത് കോടതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇനിയും അവിടെ നിന്നാൽ എന്നെപ്പോലെ എൻ്റെ കുഞ്ഞും ചോര തുപ്പി കുടിക്കേണ്ടി വരും എന്ന സാഹചര്യത്തിലാണ് സാധനങ്ങളും എടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. അല്ലാതെ കോടികൾ എടുത്തിട്ടില്ല. കുപ്പി വെച്ചെറിഞ്ഞപ്പോൾ ഞാൻ പിടിച്ചു മാറ്റിയ അനുഭവമാണ് വീഡിയോയിൽ പാപ്പു പറയുന്നത്. ആ കുഞ്ഞു വയസ്സിൽ കിട്ടിയ ഷോക്കാണ് അവൾക്ക്. അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. എൻ്റെ സ്വർണവും വണ്ടിയും ഒന്നും എടുത്തിട്ടില്ല, സ്ത്രീധനം വാങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ വീട് വിറ്റാണ് അച്ഛൻ സ്വർണം വാങ്ങിയത്. അതിന് തെളിവുകൾ വരെ എൻ്റെ ഭാഗത്തുണ്ട് എന്ന് അമൃത വെളിപ്പെടുത്തുന്നുണ്ട്. അമൃതയെ വെള്ളപൂശാൻ ശ്രമിക്കുന്നുവെന്നും അമൃത ഇപ്പോൾ വിക്ടിം കാർഡ് കളിക്കുകയാണെന്നൊക്കെ നിരവധി പേർ പറയുന്നു. പക്ഷേ ഇത്രയും നാൾ മിണ്ടാതിരുന്നതിന് ശേഷം 15 വർഷങ്ങൾക്ക് ശേഷം സത്യം തുറന്നു പറയുമ്പോൾ എല്ലാവരും അത് വിശ്വസിക്കാൻ തയ്യാറാവുകയാണ്. ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയാണ്. ഇപ്പോൾ പോലും ആ മനുഷ്യനെക്കുറിച്ചൊരു മോശം വാക്ക് ഈ അമൃത പറയുന്നില്ല. ബാലചേട്ടൻ എന്നല്ലാതെ ഒന്നും അഭിസംബോധന ചെയ്യുന്നില്ല. അത്രമാത്രം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും തന്നെയാണ് ബാലയെക്കുറിച്ച് അമൃത ഇപ്പോഴും സംസാരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.